31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. തിരിച്ചറിഞ്ഞ 172 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 7ാം ദിവസവും പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ 402 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. 180ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. റഡാർ, ഐബോട്ട്, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 2ാം ഘട്ട സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സർവമത പ്രാർത്ഥനകൾ പൂർത്തിയായി. PP കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകർ കുഴിമാടങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? രണ്ടാം ഘട്ട സംസ്കാരമാണ് അവിടെ പുരോഗമിക്കുന്നത്. സർവമത പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹങ്ങൾ സന്നദ്ധ പ്രവർത്തകർ കുഴിമാടങ്ങളിലേക്ക് എത്തിക്കുന്നു. കണ്ണീരോടെ വിട നൽകുകയാണ് നാട്. മരിച്ച തിരിച്ചറിയാനാവാത്തവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 പേരുടെ സംസ്കാരം പൂർത്തിയായി. ഇനി 14 പേരുടെ സംസ്കാരമാണ് പൂർത്തിയാകാനുള്ളത്. കണ്ണീരോടെ വിതുമ്പി വിട നൽകിയിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം, മരണസംഖ്യ 400 കടന്നിരിക്കുന്നു. തിരച്ചിൽ മറ്റൊരു ഭാഗത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 2ാം ഘട്ട സംസ്കാരം ആരംഭിച്ചിരിക്കുന്നു. സർവമത പ്രാർത്ഥനകൾ പൂർണ്ണമായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഏറെ വേദനാജനകമായൊരു കാഴ്ചയ്ക്കാണ് പുത്തുമല ഇന്ന് സാക്ഷിയാകുന്നത്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായതുപോലെ തന്നെ മറ്റൊരു കാഴ്ച കൂടി ഇന്ന് ഉണ്ടാകുന്നു. ഇന്നലെ 8 പേരുടെ മൃതദേഹമായിരുന്നു രാത്രി സംസ്കരിച്ചത്. ഇന്ന് തുടക്കത്തിൽ 16 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. അതേ തുടർന്നുള്ള 14 പേരുടെ ഭൗതികദേഹമാണ് ഇവിടെ എത്തിച്ചത്. സർവമത പ്രാർത്ഥനയുൾപ്പെടെ പൂർത്തീകരിച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ, തിരിച്ചറിയപ്പെടാത്ത ചെറിയ കുട്ടിയുടെ മൃതദേഹമാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങേയറ്റം വേദനയുളവാക്കുന്നൊരു കാഴ്ച, നമ്മുടെ മനസ്സിനെ കരയിക്കുന്നൊരു കാഴ്ച. എങ്ങനെയാണ് വാക്കുകൾ കൊണ്ടതിനെ പറയുക എന്നറിയാനാവാത്ത വിധം, വാക്കുകൾ പോലും ലഭിക്കാത്ത അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു നിമിഷങ്ങളിലൂടെ കേരളക്കര കടന്നു പോകുന്ന ഒരു സമയം. ഈ പുത്തുമലയിൽ ഈ 14 പേർക്ക് അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ്. ഈ നിമിഷം, ഈ സായാഹ്നത്തിൽ അവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. അവർ മണ്ണോടലിഞ്ഞു ചേരുകയാണ്. അതിൽ പ്രായഭേദമന്യേയുണ്ട്. കൂടുതലും പിഞ്ചുകുട്ടികളുടെ മൃതദേഹമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്ന് തുടക്കത്തിൽ വന്ന 16 പേരുടെ ഭൗതികദേഹം മുതിർന്നവരുടേതായിരുന്നെങ്കിൽ ഇപ്പോഴിതാ പിഞ്ചുകുട്ടികളുടേതടക്കമുള്ള തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ, അത് ഒരുപാട് സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങളായിരിക്കണം, അല്ലെങ്കിൽ നാളെയുടെ പ്രതീക്ഷകളായിരുന്ന കുഞ്ഞുങ്ങളാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പൂർണ്ണമായും ജീവൻ പൊലിഞ്ഞ് തിരിച്ചറിയപ്പെടാൻ പോലും ആകാതെ അന്ത്യയാത്ര നടത്തേണ്ടി വരുന്നത് എന്നത് ഏറെ വേദനയുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകുന്നത് കാണാം. ഒരിക്കലും ഇങ്ങനെയൊരു കാഴ്ച കാണാൻ ഇനി കേരളക്കരയ്ക്ക് വിധി ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന, കരുതേണ്ടി വരുന്ന ഒരു നിമിഷം. നമ്മളൊന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സമാനതകളില്ലാത്ത ഒരു ദുരന്തം, അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ശ്മശാനപ്പറമ്പിൽ ഒരുമിച്ച് അവർ കുഴിമാടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഒരുമിച്ച് ഒരു നാട്ടിൽ കഴിഞ്ഞവർ, പിഞ്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ നാളെയുടെ പ്രതീക്ഷകളാകേണ്ടവരാണ്, നാളെ നാടിനെ നയിക്കേണ്ടവരായിരുന്നു. അതിൽപ്പെട്ട ഒരു കുഞ്ഞാണ് ഇപ്പോൾ, ആ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ശ്മശാനപ്പറമ്പിലേക്ക്, കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും അവസാന യാത്ര ആ കുഞ്ഞിന് അർഹിക്കുന്ന ആദരവോടുകൂടി ഉള്ള ഒരു അന്ത്യയാത്ര നൽകുന്നതിനായി ഇപ്പോഴിതാ ആ കുഞ്ഞിൻ്റെ ഭൗതികദേഹം ആ കുഴിമാടത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. സർവമത പ്രാർത്ഥനകളോടുകൂടിയാണ് ഈ കുട്ടികളെയെല്ലാം തന്നെ യാത്രയാക്കുന്നത്. ഒരുപക്ഷെ കരളലിയിക്കുന്ന, വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
നമ്മുടെ എല്ലാം മനസ്സ് തകർന്നു പോകുന്ന, ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകൾ ഒരിക്കലും 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 ഇനി ഇല്ലാതിരിക്കട്ടെ ഇത്തരം കാഴ്ചകളെന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ, കണ്ണീരണിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ. നമ്മുടെയെല്ലാം പിഞ്ചു കുട്ടികളുടെ മുഖം, അവരുടെ നിഷ്കളങ്കമായി ചിരിച്ച് കളിച്ച് കഴിയുന്ന മുഖം ഓർമ്മ വരേണ്ട ഈ സമയത്ത് ചേതനയറ്റ ശരീരമായി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എംബാം ചെയ്ത് ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹം മണ്ണിനടിയിലേക്ക് ചേരുകയാണ്, മണ്ണിനടിയിലേക്ക് നയിച്ചു ചേരുകയാണ്. അങ്ങേയറ്റം വളരെയധികം വേദനയോടുകൂടി മാത്രം കാണാവുന്ന കാഴ്ച. അപ്പോഴും ഒരു കാര്യം പറയാൻ സാധിക്കും, സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ അയാൾ വിശ്വസിക്കുന്ന മതത്തിലെ ആചാരങ്ങളും പ്രാർത്ഥനകളും മാത്രമാണ് അവർക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ എല്ലാ പ്രാർത്ഥനകളുണ്ട്. അവർക്ക് ആദരമായി അത് ക്രൈസ്തവ, ഹൈന്ദവ, ഒപ്പം ഇസ്ലാം മത ആചാരങ്ങൾ പ്രകാരം എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന, എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന, മതവും ജാതിയുമല്ല മനുഷ്യത്വമാണ് കടന്നു വരികയാണ്. നിമിഷം ഇപ്പോഴിതാ വൈത്തിരി ആശുപത്രിയിൽ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് കൊണ്ടുവരികയാണ്. ശരീരഭാഗങ്ങളുണ്ട് ശരീരഭാഗങ്ങൾ അത് ഓരോ ശരീരഭാഗവും വ്യക്തിയായി തന്നെ പരിഗണിച്ചുകൊണ്ട് അത്രയധികം ആദരത്തോടെ ബഹുമാനത്തോടു കൂടിയാണ് ഇവിടെ അടക്കം ചെയ്യുന്നത്. അവർക്ക് അന്ത്യയാത്ര ഒരുക്കുന്നത് നടപടികൾക്ക് നേതൃത്വം അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളാകാം. അതെല്ലാം തന്നെ ഒരു വ്യക്തിയാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് തികഞ്ഞ ആദരവോടുകൂടി, തികഞ്ഞ ബഹുമാനത്തോടു കൂടിയാണ് യാത്രയപ്പ് നൽകുന്നത്. നേരത്തെ കൊണ്ടുവന്ന പേർക്ക് പുറമെയാണ് ഇപ്പോൾ ശരീരഭാഗങ്ങൾ കൂടി വൈത്തിരി ആശുപത്രിയിൽ നിന്നും എത്തിച്ചിരിക്കുന്നത്. നേരത്തെ